കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെച്ച ടി.ജെ. ഐസക് വയനാട് DCC പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് നഗരസഭാ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. ലിനറ്റ് വർഗീസ് ഉണ്ട് വയനാട്ടിൽ നിന്നും. ലിനറ്റ്, പുതിയ ചുമതലയിൽ കൂടുതൽ കർമ്മനിരതനാകാനായിട്ടുള്ള രാജിയായിരുന്നു. എന്താണ് വിശദാംശങ്ങളുള്ളത്? തീർച്ചയായും സംഗീത, അതുതന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ ചെയർമാൻ നഗരസഭയിലെത്തി സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള രാജിക്കത്ത് കൈമാറിയത്. DCC പ്രസിഡന്റായി ചുമതലയേറ്റതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് നീങ്ങിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. KPCC നേതൃത്വത്തെ നേരത്തെ ഇത്തരത്തിൽ രാജി വെക്കാൻ താൻ തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നഗരസഭാ ചെയർമാനായിരിക്കുന്ന സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. 13 വർഷമായി നഗരസഭയിലെ വിവിധ പോസ്റ്റുകളിൽ തുടരുന്ന അദ്ദേഹം ഇപ്പോൾ DCC പ്രസിഡന്റായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കോൺഗ്രസിലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി പുതിയൊരു നേതൃത്വം, പുതിയൊരു സമിതി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DCC നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം പാർട്ടിയെ കൂടുതലായി നയിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു രാജിയിലേക്ക് നീങ്ങിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് വൈസ് ചെയർമാൻ ആയിരിക്കും ചുമതലയുണ്ടാവുക എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷനെ അടക്കം അറിയിച്ചതിന് ശേഷമായിരിക്കും മറ്റൊരു ഇലക്ഷൻ നടത്തുകയും അതിനുശേഷം പുതിയ ചെയർമാനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ വിനോദിനാണ് ഇത്തരത്തിൽ പുതിയ ചെയർമാനാനുള്ള സാധ്യതയുള്ളത്. സംഗീത. ശരി, ലിനറ്റ് വർഗീസാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.